കേരളത്തിലെ ബസ് ഉടമകളുടെ ദീർഘനാളത്തെ ഒരാവശ്യമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഞങ്ങൾ നടത്തി വന്ന സമരത്തിൻ്റെ അവസാന ഘട്ടമാണ് ഈ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് താലൂക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും സംസ്ഥാനം ഒട്ടാകെയും എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ചുകളും ധർണകളും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ പോയി പല പ്രാവശ്യം കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തി. ഇത്രയും സമരം ഞങ്ങൾ നടത്തി വന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഒരു അനുകൂല നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ അതിനാലാണ് ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറായി വന്നത്. ബസ് നിർത്തിവെക്കുന്ന ഒരു സമരം അല്ലാതെയുള്ള സമരങ്ങളാണ് ഇത്രയും നാൾ നടത്തി വന്നത്. പക്ഷേ അവസാനം ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെൻറ് തയ്യാറാകാതെ വന്നൊരു സാഹചര്യമാണ് ഇതുവരെ ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷനാണ്. 1 രൂപയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ്റെ നിരക്കെന്ന് പറയുന്നത്. അത് 1 രൂപയാക്കി വർദ്ധിപ്പിച്ചത് 2012-ലാണ്. 2012-ന് ശേഷം ഇങ്ങോട്ട് 1 രൂപ പോലും പിന്നീട് കൂട്ടാനെ കൊണ്ട് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥി കൺസെഷൻ അർഹതയില്ലാത്ത ധാരാളം കുട്ടികൾ ഈ കൺസെഷൻ്റെ ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തി അത് ഞങ്ങൾക്ക് വളരെയേറെ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബസ്സിലെ യാത്രക്കാരെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 60% വരുന്ന യാത്രക്കാരെന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ നിരക്കിനകത്തൊരു വർധനമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം വർഷം തോറും ഇത് താഴോട്ട് കൂപ്പുകുത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതിലേക്ക് വന്നത് ഇതിന് കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു 10 വർഷത്തോളമായിട്ട് പെർമിറ്റുകൾ പുതുക്കി നൽകാതെ ഇരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹർജി ഫയൽ ചെയ്യുകയും അവിടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഈ തരം ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി തരാനെ കൊണ്ട് ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജീവനക്കാർക്ക് PCC ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ബസ്സുകളിൽ ജോലി ചെയ്ത് വരുന്ന ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ PCC വേണമെന്നാണ് പറയുന്നത്. പുതുതായിട്ട് വരുന്ന ജോലിക്കാർക്ക് PCC വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അപ്പം മറ്റൊരു മേഖലയിലും ഇല്ലാത്തതുപോലെയുള്ള, അല്ലെങ്കിൽ ബംഗാളികളൊക്കെ വന്ന് ഒരുപാട് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ അവർക്കൊന്നും ഏർപ്പെടുത്താത്തൊരു PCC ആണ് ഇപ്പം ബസ് ജീവനക്കാർക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ചെല്ലാൻ മുഖേനയുള്ള പിഴ ഈടാക്കുന്ന ഒരു പ്രവണതയാണ്. അത് ഒളിഞ്ഞും പാത്തുമൊക്കെ ഇരുന്നിട്ട് ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുകയും അത് അന്നേരം തന്നെ അതിന് ഫൈൻ ഈടാക്കുകയൊക്കെ ചെയ്യുന്നു. അത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്നത്. വേറൊരു ആവശ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇപ്പോൾ ഡ്രൈവർ ഉറങ്ങുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനെ കൊണ്ടുള്ള ക്യാമറ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സർവീസ് നടത്തുന്നത് രാവിലെ ഒരു 6 മണി മുതൽ വൈകുന്നേരം ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 8 മണി വരെയൊക്കെയുള്ള സർവീസുകളാണ് ഞങ്ങൾക്കുള്ളത്. നൈറ്റിൽ ഓടുന്ന സർവീസുകൾ ഞങ്ങൾക്ക് വളരെ കുറവാണ്, ഞങ്ങൾക്കില്ലെന്ന് തന്നെ പറയാം. അത്തരത്തിൽ പകൽ മാത്രം ഡ്രൈവ് ചെയ്യുന്ന ഏതാണ്ട് ഒരു 200, 250 അല്ലെങ്കിൽ ഒരു 280 കിലോമീറ്ററിനുള്ളിലാണ് ഞങ്ങളുടെ ബസ്സുകൾ ഓടുന്നത്. അത്രയും ആ സമയത്തൊക്കെ ഓടിക്കുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാതെ പകൽ മാത്രം സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഡ്രൈവർ ഉറങ്ങുന്ന സംബന്ധിച്ചുള്ള അത് കണ്ടുപിടിക്കുന്നതിനുള്ള ക്യാമറ വയ്ക്കണമെന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നാളത്തെ സമരം ബസ് നിർത്തിയിട്ടുള്ള സമരമാണ്. അങ്ങനെ ഒരു സമരം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് പല വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ നടത്തി വന്നത്. പക്ഷെ അതൊന്നും ഗവൺമെൻറ് ഇതുവരെയായിട്ടൊന്നും ഗവനിച്ചിട്ടില്ല.